Good morning, guys. Welcome back to my YouTube channel and welcome to day 2, episode 3 of our road trip. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ആദർശിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് ഞാൻ ഇവരെ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇവർ രണ്ടാളും ഇപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഇന്ന് നമ്മുടെ ഗൈഡ്. മോർണിംഗ് ഇപ്പോൾ 11 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിന്ന് ഒക്ലഹോമ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഗൈസ്. ഇവർ നമുക്ക് ഇവരുടെ പ്ലേസ് ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു നമ്മളെടുത്ത്. നമ്മൾ സെൻറ്റ് ലൂയിസിലൂടെയാണല്ലോ നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവിടുത്തെ തണുപ്പ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ കുറച്ച് ഭേദമായിരുന്നു. ഇവിടെ അത്ര തണുപ്പില്ലായിരുന്നു. നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഇവരുടെ ഓരോ ബിൽഡിങ്സും ഇതൊക്കെ ഇവർ നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സാബിറിൻ്റെയും തനിമിൻ്റെയൊക്കെ ക്യാമ്പസിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഒക്ലഹോമ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവരുടെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർ രണ്ടാളും കോളേജ് മുതലുള്ള ഫ്രണ്ട്സ് ആണെന്നുള്ളത്. അപ്പോൾ ഇവരുടെ രണ്ടാളുടെയും ഡ്രീമായിരുന്നു US വന്നിട്ട് PhD ചെയ്യണം എന്നുള്ളത് എന്നാണ് ഇവരെന്നോട് പറഞ്ഞത്. അങ്ങനെ ഇവർ രണ്ടാളും ഇങ്ങോട്ട് വന്നു ഗൈസ്. വന്നിട്ട് ഇപ്പോൾ രണ്ടാളും വേറെ വേറെ യൂണിവേഴ്സിറ്റിയിലാണ് രണ്ടാളും ചെയ്യുന്നത്. പക്ഷെ എന്നാലും രണ്ടാളും ഇവിടെ തന്നെ വന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ സ്റ്റോറീൻ്റെ ഒരു ക്ലൈമാക്സ്. അങ്ങനെ US വന്നിട്ടുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണിത്. നമ്മളിപ്പോൾ ക്യാമ്പസ് പ്രദേശത്തൂടെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനത്തെ ബിൽഡിങ്സ് ഒക്കെ കാണാൻ ഭയങ്കര എസ്തെറ്റിക് ഫീൽ ആയിരുന്നു. ഇവിടുത്തെ ഇങ്ങനത്തെ എല്ലാ ബിൽഡിങ്സിനും ഒരു യൂണിഫോം ആൻഡ് ക്ലാസി ലുക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പിന്നെ കുറച്ചും കൂടി നല്ല വെയിലും ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ആൾക്കാരെയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഇത് താങ്ക്സ് ഗിവിങ് ബ്രേക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഇല്ലായിരുന്നു. പീസ്ഫുൾ ആയിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ ആയിരുന്നു. ഇതിപ്പോൾ വിൻ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നല്ലോ ആ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൾ ലീവ്സ് ഒക്കെ കാണാമായിരുന്നു. കുറേ ഇലകളൊക്കെ പോയിട്ടില്ലായിരുന്നു ചില ഭാഗത്തൊക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവരുടെ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ക്യാമ്പസിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജാക്കറ്റൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഓരോ ബിൽഡിങ്സ് കാണാനും ഭയങ്കര അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എല്ലാ ബിൽഡിങ്സും റെഡ് ബ്രിക്സും വൈറ്റ് കോളംസും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു എസ്തെറ്റിക് ആർക്കിടെക്ചറാണ്, ജോർജിയൻ സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ് എല്ലാ ബിൽഡിങ്സും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പസിന് ഇതൊരു യൂണിഫോം ആൻഡ് ക്ലാസി ലുക്ക് നൽകുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് നടക്കുമായിരുന്നു. ഇതൊരു ബ്രേക്ക് ടൈം ആയതുകൊണ്ട് ക്യാമ്പസിൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അതല്ലെങ്കിൽ പോലും ഇവിടെ കുറച്ചും കൂടി പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് അമേരിക്കാസ് ഹെൽത്തിയസ്റ്റ് ക്യാമ്പസ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോരോ ബിൽഡിങ്സ് ആണ് കാണുന്നത്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തോന്നിയത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയ് അർബാന-ഷാംപെയിൻ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി പീസ്ഫുൾ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം അവിടെ ഭയങ്കര ബിഗ്ഗറാണ്. ഈ ഒരു ക്യാമ്പസ് വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി ബിഗ്ഗറാണ് ആൻഡ് ഭയങ്കര ബിസിയാണ് ആയിരിക്കും എപ്പോഴും. അവിടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടും രണ്ടാണ്. എന്നാലും അവിടുത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടി റിലാക്സ്ഡ് വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്വയറ്റർ ആൻഡ് റിലാക്സ്ഡ് വൈബ്. അവിടെ എപ്പോഴും ഒരു ബിസി ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്.
അങ്ങനെ നമ്മളിപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്തുകൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയപ്പോൾ ഗ്രീനറിയും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഗൈസ് സ്റ്റുഡൻറ് യൂണിയൻ. അപ്പോൾ ഇത് വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്റ്റുഡൻറ് യൂണിയൻസ് ഇൻ US ആണ്. റെസ്റ്റോറൻറ്റ്സും സ്റ്റഡി ഏരിയാസും പിന്നെ സ്റ്റുഡൻസിന് ഹാങ് ഔട്ട് ചെയ്യാനായിട്ടുള്ള സ്പേസസ് ഒക്കെ ആയിട്ട് അമേരിക്കയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്റ്റുഡൻറ് യൂണിയൻ തന്നെയാണിത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നൈറ്റ് ആണെങ്കിൽ നമുക്ക് അതും കൂടി കാണാൻ പറ്റും. ഇവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ എന്നാലും ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു അത് കാണാനൊക്കെ വേണ്ടിയിട്ട്, ഈ ഗ്രീനറിയും ട്രീസൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു പ്ലേസ് തന്നെയാണിത്. അപ്പോൾ അവളെന്തോ വേറൊരു കോളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ബ്രിക്സിലൊക്കെ ഓരോരോ ആൾക്കാരുടെ പേരും ക്ലാസ്സസും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവരിങ്ങനെ എഴുതി വെച്ചാൽ തോന്നുന്നു. ഓരോരോ ബാച്ച് ആൾക്കാരുടെയൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ബ്രിക്സിൽ. നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്ക് താഴെ കാണാമായിരുന്നു അത്. പിന്നെ ഇവിടെ OSU എന്ന് എഴുതിയിരിക്കുന്നത് ഒക്ലഹോമ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ ഷോർട്ട് ഫോമാണ്. ഇപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള തീറ്റ പോണ്ടിൻ്റെ അങ്ങോട്ടേക്കാണ്. ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുറേ കാനഡ ഗീസിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ കാണുന്നത് തന്നെയാണ് ഗൈസ് തീറ്റ പോണ്ട്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഇവിടെ നമുക്ക് വന്നിരുന്ന് കഴിഞ്ഞാൽ പോകാനേ തോന്നൂല, അങ്ങനത്തെ ഒരു വൈബാണ് ഇവിടെ. ഒരു സീനിക് സ്പോട്ട് തന്നെയാണിത്. നിറയെ മരങ്ങളും പിന്നെ ഈ ഗീസ് കുളിക്കുന്നതും വാട്ടർ ഫൗണ്ടെയിൻ എല്ലാം കൂടി ആയിട്ടൊരു നല്ല രസമാണ് ഇവിടെ. നമ്മൾ പറയില്ലേ കണ്ണിനും കാതിനും എല്ലാം കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇവിടെ. എനിക്ക് ഈ മരങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു ഫോൾ ലീവ്സ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ നിഴലിങ്ങനെ വെള്ളത്തിലടിക്കുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക എന്തോ ഒരു ഭയങ്കര രസമാണ് വെള്ളത്തിൽ ആ ഒരു ഇത് കാണുമ്പോൾ. ഞാനതുകൊണ്ട് ഇത് കുറേ നേരം ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ശരിക്കും ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ നമുക്ക് ഗ്രേറ്റ്ഫുൾ അല്ലേ നമ്മൾ. ആ ഭാഗത്ത് നോക്ക്, ഗീസ് കുളിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? അതിനൊരു പ്രത്യേക അഴകുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിനി നേരെ ഇവിടെ നിന്ന് വിടാമെന്ന് വിചാരിച്ചു. നമുക്കിനി ഫുഡ് കഴിക്കണം. അങ്ങനെ ഇനി നെക്സ്റ്റ് സ്പോട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് പിടിക്കണം. നമ്മളങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ട് പോവുമായിരുന്നു.
നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് മറ്റേ സൈഡിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇതുവഴി പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിലൂടെ നടക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ വേറെയും ഒരു ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ റിഫ്ലക്ഷൻ വരുമ്പോൾ 7 കളേഴ്സ് നമുക്ക് കാണുന്നുണ്ടായിരുന്നു, റെയിൻബോ കളേഴ്സ്. അപ്പോൾ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. ഞാനിങ്ങനെ ഇവിടെ മതിമറന്ന് വീഡിയോ എടുത്തെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ. നമ്മളപ്പോൾ ഇത്രയും നേരം സ്റ്റിൽ വാട്ടർ എന്ന് പറയുന്ന ഈ പ്ലേസിലുള്ള ഒക്ലഹോമ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒക്ലഹോമ സിറ്റിയിലേക്കാണ് പോകുന്നത്. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്, ഉച്ചയായി. ഇവിടുന്ന് ഇനി ഒക്ലഹോമ സിറ്റിയിലേക്ക് ഒരു 1 hour ദൂരമുണ്ട്. ഈ ഒക്ലഹോമ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലും കൂടിയാണ് ഈ ഒക്ലഹോമ സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഒക്ലഹോമ റോഡ്സ് ആണ്. അപ്പോൾ ഈ റോഡ് കാണുമ്പോൾ ശരിക്കും ഒരു മരുഭൂമി ഡെസേർട്ട് ടൈപ്പ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അധികം പച്ചപ്പൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഇങ്ങനെ ഒരു ഡ്രൈ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അധികവും. അതുകൊണ്ട് തന്നെ ഭയങ്കര ഓപ്പൺ ആൻഡ് സ്പേഷ്യസ് റോഡ്സ് ആണ്, ഭയങ്കര വൈഡാണ് റോഡ്സൊക്കെ. പിന്നെ ട്രാഫിക്കും കുറവാണ് ഇവിടെ, അതുകൊണ്ട് തന്നെ ഒരു റിലാക്സ്ഡ് വൈബാണ് നമുക്ക്. ഇതിലൂടെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഡ്രൈവ് ചെയ്ത് പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ റോഡ്സൊക്കെ കുറച്ച് കൂടി കൂടുതൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് നമ്മൾ വരുമ്പോൾ ഒക്ലഹോമ സിറ്റിയിലൂടെ തന്നെയാണ് പാസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ നൈറ്റ് നമുക്ക് അധികം എടുക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ റോഡ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മോർണിംഗ് ആ ഒരു വ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നല്ല പൊരിഞ്ഞ വെയിലും ഉണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ക്ഷീണവും ഒരു എത്തേണ്ട ഇതിലായിരുന്നു. നമ്മൾ വിശക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒക്ലഹോമ സിറ്റിയിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. നമുക്കും പിന്നെ ഇന്ന് ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ സിറ്റിയിലേക്ക് വരുമ്പോഴൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഇവർ നമ്മളോട് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞത്. ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബിൽഡിങ്സ് ഒക്കെ കാണുന്നത് വളരെ കുറവായിരുന്നു.
ഈ ഒക്ലഹോമ സിറ്റി എന്ന് പറയുന്നത് ലാൻഡ് ഏരിയ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റീസ് ഇൻ US ആണ്. കാരണം സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഹ്യൂജ് ആണ്. ഇവിടെ സ്ട്രോങ് വെസ്റ്റേൺ ആൻഡ് കൗബോയ് കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷിക്കാഗോ അല്ലെങ്കിൽ ന്യൂയോർക്ക് പോലത്തെ ബിഗ് സിറ്റീസിൽ നിന്ന് ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇവിടെ. പിന്നെ ആൾക്കാരും ഇവിടെ കുറവാണ്. പിന്നെ ടൊർണാഡോസ് ഒക്കെ ഇവിടെ ഉണ്ടാവുന്നത് മോർ കോമൺ എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഏകദേശം സിറ്റിയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 1 അവറിൻ്റെ ഉള്ളിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് സാഫ്രൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ ഓൾറെഡി കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് കാണാമായിരുന്നു നമുക്ക്. ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടല്ലേ ഉള്ളൂ. അതുകൊണ്ടോന്ന് അറിയില്ല, അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ. എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. കുറേ നാളായി മസാല ദോശയെല്ലാം കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും അത് ഓർഡർ ചെയ്തു. ശരിക്കും ഇവിടുത്തെ മസാല ദോശ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ അകത്ത് പിന്നെ ഇന്ത്യൻ സ്റ്റോറും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മളിവിടുന്ന് പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് വാങ്ങിയിട്ടൊന്നുമില്ല. പാർസൽ നമ്മൾ വേറെ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതും വാങ്ങിയിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി ഒക്ലഹോമ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി വീഡിയോസൊക്കെ എന്തായാലും കാണണം, ഇതിന് മുമ്പത്തെ വീഡിയോസ് ആയാലും. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ളോഗിൽ ഞാൻ വരും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. പാർട്ട് 2 വിശേഷങ്ങളുമായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.